ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഫാനോ ഫ്ലോയിലെ ഗവേണിംഗ് ഇക്വേഷൻസ് വിച്ച് ഗവേൺ ഫാനോ ഫ്ലോ. ഒരുപാട് ചെറിയ ചെറിയ റിലേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ എഴുതി പോകാം. അത് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഓഫ് ഫ്ലോ പ്രോപ്പർട്ടീസ് അലോങ് എ ഡക്റ്റ് ഇൻ ഫാൻ ഓഫ് ഫ്ലോ പ്രോസസ്. നമ്മളൊരു ഫിഗറോട് വരയ്ക്കണം. അപ്പോൾ എന്താണ് അതിൽ വേണ്ടത്? ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഇൻ ഫ്ലോ properties along a duct in ഫാനോ ഫ്ലോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഫാനോ ഫ്ലോവിനെ പറ്റി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷം എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആണ് പെട്ടെന്ന്. ഡക്റ്റ്, അപ്പോൾ എന്താണ് നമ്മളൊരു ഡക്റ്റ് കൺസിഡർ ചെയ്യുക. നമ്മളൊരു ഡക്റ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാൻ ഓഫ് ഫ്ലോ ആണെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മാർക്ക് ചെയ്യണം. ഇവിടെ എന്താണ്? A = കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് ഫിഗറുകൾ വേണമെങ്കിൽ ഒരുമിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഫാൻ ഓഫ് കർവ് ഉണ്ട്, അത് വേണമെങ്കിൽ അടുത്തതിലായിട്ട് വരയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ A = കോൺസ്റ്റൻറ്റ് വരച്ചു. അപ്പോൾ എന്താണ്? ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഓഫ് ഫ്ലോ പ്രോപ്പർട്ടീസ് അലോങ് എ ഡക്റ്റ് ഇൻ ഫാൻ ഓഫ് ഫ്ലോ പ്രോസസ് എന്ന് കൂടിയും പറയാം. വേരിയേഷൻ പ്രോപ്പർട്ടി കാണിക്കണ്ടേ? വേരിയേഷൻ പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം? ഒരു കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താ? ഇവിടെ കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യാം ഈ ഭാഗത്തായിട്ട്. കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് വരയ്ക്കാൻ ഇത്തിരി വലിപ്പം കാണിക്കുന്നുണ്ടെങ്കിലും ഇത്രയൊന്നും ഇല്ല, വളരെ ചെറുതാണ്. അപ്പോൾ ഈ കൺട്രോൾ വോളിയത്തിന് മുമ്പ് ഉള്ള പ്രഷർ P, ടെമ്പറേച്ചർ T, മാക് നമ്പർ M, ഡെൻസിറ്റി ρ, വെലോസിറ്റി C അങ്ങിരിക്കുക. പക്ഷേ ഈ കൺട്രോൾ വോളിയത്തിന് ശേഷം എന്താണ്? നമുക്കറിയാം ഫ്രിക്ഷൻ കാരണം പ്രോപ്പർട്ടീസിന് മാറ്റം വരും. ഇപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ആയിട്ടാണ്. ഷിയർ ഫോഴ്സ്. അപ്പോൾ എന്താ പറയുക? τW എന്നാണ് ഷിയർ സ്ട്രെസ്. τW എന്നായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഈ ഒരു വീതി, ഈ കാണുന്ന വീതി ചെറിയൊരു വീതിയാണ്. ഈ ഡയറക്ഷൻ X ഡയറക്ഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? dx എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ഭാഗത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കൊരു 1 പേര് കൊടുക്കാം. 1 എന്നുള്ള ഇൻലെറ്റ് എന്നുള്ളൊരു ഭാഗം കൊടുക്കാം. കുറച്ച് അകലെയായിട്ട് ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് ചെയ്യാം? 2 എന്ന് വിളിക്കാം, എക്സിറ്റ് എന്നുള്ള ഭാഗം. അപ്പോൾ 1-ൽ നിന്നും എത്ര അകലെയാണ്? 1-ൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ്, ഓൾറെഡി ഇവിടെ ആരോ ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു ആരോൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു ആരോ ശരിക്കും വെച്ചാൽ എന്താണ്? ശരിക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു ആരോ ഇങ്ങോട്ട്, ഇന്നൊരു ആരോ ഇങ്ങോട്ട്. ബി ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എക്സ് അകലെ dx വീതിയുള്ള ഒരു കൺട്രോൾ വോളിയം. അപ്പോൾ ഇത് കൺട്രോൾ വോളിയം CV ഫുള്ളായിട്ട് എന്ത് ചെയ്യാം? കൺട്രോൾ വോളിയം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എഴുതാം, അല്ലെ അതിലൊന്നും എഴുതിയാൽ മതി. കൺട്രോൾ വോളിയം എഴുതാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കൺട്രോൾ വോളിയം സൈസ് കുറവാന്ന് പറയാൻ എങ്ങനെ പറയാം? ആൻ ഇൻഫിനൈറ്റസിമൽ എലമെൻറ്റ് ഓഫ് ഫ്ലോ. അതിനും അങ്ങനെയും പറയാം നമുക്ക്. കൺട്രോൾ വോളിയം ഇൻഫിനിറ്റസിമൽ എലമെൻറ്റ് ഓഫ് ഫ്ലോയിലെ ഒരു ചെറിയ ഭാഗം അഥവാ കൺട്രോൾ വോളിയം. എവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്? അറ്റ് എ ഡിസ്റ്റൻസ് എത്രയാ? X. എവിടെ നിന്ന്? ഫ്രം സെക്ഷൻ 1 ഈസ് കൺസിഡർഡ് അല്ലെങ്കിൽ ഈസ് ഷോൺ. ഫിഗർ ഷോസ് ദി വേരിയേഷൻ ഫ്ലോ പ്രോപ്പർട്ടീസ് എല്ലാം ഡക്റ്റ്. ഇങ്ങനെ നിങ്ങൾ എഴുതണമെന്നില്ല, ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്, നേരെ ഇത് എഴുതിയാലും മതി. അപ്പോൾ ഫിഗർ ഷോസ് ദി വേരിയേഷൻ പ്രോപ്പർട്ടീസ്, അപ്പോൾ ഫ്ലോ പ്രോപ്പർട്ടീസ് വേരിയാണ് കാണിക്കണ്ടേ. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം ഈ ലൈൻ പറയുന്നതായിരിക്കും കൂടുതൽ മാച്ച്.
അപ്പോൾ ഫ്ലോ പ്രോപ്പർട്ടീസിൻ്റെ എന്താണ് ഷോസ് ദി വേരിയേഷൻ ഫ്ലോ പ്രോപ്പർട്ടി വേരിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ റോ പി ആണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും, പി ആയിരിക്കില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് ഡി പി എന്ന് വിളിക്കാം. അപ്പോൾ പി പ്ലസ് ഡി പി ആയിരിക്കും. പിനേക്കാളും കുറവോ കൂടുതലോ എന്ത് വേണമെങ്കിൽ ഡി പി പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഏത് വേണമെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരിക്കും, ടി പ്ലസ് ഡി ടി. ഇവിടുത്തെ മാക് നമ്പറോ എം പ്ലസ് ഡി എം. ഇവിടുത്തെ ഡെൻസിറ്റി റോ പ്ലസ് ഡി റോ. വെലോസിറ്റി സി പ്ലസ് ഡി സി. ഇതൊക്കെയാണ് ഇവിടുത്തെ വെലോസിറ്റികൾ. അപ്പോൾ വരുന്ന വെലോസിറ്റി എത്രയായിരിക്കും, 1ലുള്ള സെക്ഷനിലെ വെലോസിറ്റി മാക് നമ്പർ എത്രയായിരിക്കും, M1. 2ലുള്ള മാക് നമ്പർ എത്രയായിരിക്കും, M2 ആയിരിക്കും. ഇനി കുറച്ച് അകലെ ഒരു ഡിസ്റ്റൻസ്, കുറച്ച് അകലെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അതിൻ്റെ മാക് നമ്പർ 1 എത്തും, M സ്റ്റാർ = 1 ആവാലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ കൂടി വരയ്ക്കുന്നുണ്ട്. എങ്ങനെ വരയ്ക്കുന്നത് പറയാം. അപ്പോൾ ഇനി ചേഞ്ചസ് ബിറ്റ്വീൻ സെക്ഷൻസ് 1 and 2. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ചേഞ്ചസ് ബിറ്റ്വീൻ സെക്ഷൻസ് 1 and 2. പിന്നെ എവിടേക്കാ 1 and F. 1ഉം F തമ്മിൽ നമ്മൾ F ഇവിടെ ഒരെണ്ണം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, F എന്നുള്ളൊരു ലൈൻ ക്രോസ് സെക്ഷൻ. പിന്നെന്താണ് 2 and F ആർ എന്ത് ഫൈനൈറ്റാണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വേരിയേഷൻ ഫൈനൈറ്റാണ്. അല്ലെങ്കിൽ 1ഉം F തമ്മിൽ ഫൈനൈറ്റാണ്, 2ഉം F തമ്മിൽ. അപ്പോൾ ഇത് ഫൈനൈറ്റ് ലൈൻസാണ്. പക്ഷേ ഇത് എന്താണ് ചെറിയൊരു സംഭവം ഉണ്ടെന്നാണ്. ബട്ട് എന്താണ്, അല്ലെങ്കിൽ വേറാസ് അക്രോസ്, അതായത് ചേഞ്ചസ് അക്രോസ് ദി കൺട്രോൾ വോളിയത്തിന് അക്രോസ് ഉള്ളത് ഫൈനൈറ്റ് അല്ല. വേറാസ് അക്രോസ് ദി കൺട്രോൾ വോളിയം ദേ ആർ എന്ത് ഫൈനൈറ്റ് അല്ലെന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ്സിമൽ. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ആസ് ഷോൺ ഇൻ ഫിഗർ. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇൻഫൈനൈറ്റ്സിമൽ, അതുകൊണ്ട് പ്ലസ് ഡി റോ പ്ലസ് ഡി ടി അങ്ങനെ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു വാല്യൂ എഴുതും, M2 എന്നുള്ള വാല്യൂ എഴുതും. ഇപ്പോൾ ഇവിടെ M1 എഴുതി ഇവിടെ M2 എന്ന് എഴുതിയ പോലെ നമുക്ക് ഇവിടെ വേറൊരു വാല്യൂ എഴുതുന്നതിന് പകരം M പ്ലസ് ഡി എം എന്ന് പറഞ്ഞ് എഴുതുന്നത് അതുകൊണ്ടാണ്. ഇനി ഇവിടുത്തെ പറയുന്ന സെക്ഷൻ മാക് നമ്പർ 1 ആയിട്ടുള്ള സെക്ഷൻ. അപ്പോൾ മാക് നമ്പർ 1 ആകുമ്പോൾ നമ്മൾ എന്താ പൊതുവെ പറയുക, സോണിക് എന്ന് പറയുക. അപ്പോൾ സോണിക് സെക്ഷൻ എവിടെ, അറ്റ് എഫ് ഈസ് ഓൺലി ഷോൺ ആസ് റെഫറൻസ് സെക്ഷൻ. റെഫറൻസിന് വേണ്ടി കാണിച്ചെന്നുള്ളൂ. മാക് നമ്പർ 1 ആണെങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് അത് എപ്പോഴും വരണമെന്നില്ല, എല്ലാ ഇതിലും വരണമെന്നില്ല. ആൻഡ് അതുകൊണ്ട് എന്താണ്, നീഡ് നോട്ട് ബി ആക്ച്വലി റീച്ച്ഡ് ഇൻ എ പ്രോസസ്സ്. അതായത് മാക് നമ്പർ 1 M1 വളരെ ചെറുതാണെങ്കിൽ അത് കൂടി സോണിക് വെലോസിറ്റി മാക് നമ്പർ 1 എത്ര എന്നില്ല. അതിന് മുമ്പ് ഒരു ചെറിയ വെലോസിറ്റി ആകുമ്പോഴേക്കും പൈപ്പിൻ്റെ ലെങ്ത്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കൂടില്ലല്ലോ, സ്പീഡ് കുറയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് കുറയണം ചെയ്യട്ടോ. നമ്മൾ ഹൈ സ്പീഡിൽ ഒരു M1 മാക് നമ്പർ കൂടുതലായിരിക്കും. അതിങ്ങനെ എന്തുണ്ടാവും, ഇതിലൂടെ പോയി സ്പീഡ് കുറഞ്ഞ് മാക്സിമം എത്താവുന്നത് എന്താണ് M=1 വരെ. M=1 എത്തുമ്പോൾ എന്താണ് അവിടെ ഒരു മാക്സിമം എത്തണത്, മാക്സിമം അല്ല കുറവ് എത്തണം, ഏറ്റവും കുറവ്. ഇനി 5ാമത്തെ പോയിന്റ് എന്താണ്, ലാസ്റ്റ് പോയിന്റ്, ചേഞ്ചസ് ഇൻ ഫ്ലോ പ്രോപ്പർട്ടീസ് ഇൻ ദി above process are shown in HS ഡയഗ്രാം. അപ്പോൾ നമ്മൾ HS ഡയഗ്രത്തിലാണ് ഈ ചേഞ്ചുകൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചേഞ്ചുകൾ നമുക്ക് HS ഡയഗ്രത്തിൽ നോക്കാം. എന്തൊക്കെയാണ് ഓരോ സ്റ്റേറ്റുകളിലുള്ള 1, 2, F ഇവിടേക്കുള്ള Hഉം Sഉം അതാണ് HS ഡയഗ്രത്തിൽ കാണിക്കുക. നമ്മൾ HS ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം,
ആദ്യം തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ അല്ലേ, ഒരു വെർട്ടിക്കൽ ലൈൻ. ഇത് വെർട്ടിക്കൽ ലൈൻ, പിന്നെ ഒരു എൻതാൽപ്പി എൻട്രോപ്പിയുടെ ലൈൻ, ഇത് എൻതാൽപ്പി എൻട്രോപ്പി. അപ്പോൾ HS ഡയഗ്രാം ഇതിൽ നമ്മളെന്താണ് ഒരു സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി ഉണ്ടാവുമല്ലോ, അത് എത്രയാണ് H0, അത് കോൺസ്റ്റൻ്റ് വാല്യൂ, അതിൻ്റെ ലൈൻ ഇതാണ്. ഇനി നമ്പർ 1 എന്നുള്ള സ്റ്റേറ്റ്, എൻതാൽപ്പി കൂടിയ സ്റ്റേറ്റ് 1 എന്നുള്ള പോയിന്റിൽ നിന്നും 2 എന്നുള്ള പോയിന്റ്, അപ്പോൾ 1 എന്നുള്ള പോയിന്റിൽ കൂടെ ഒരു പ്രഷർ ലൈൻ ഉണ്ടല്ലോ ഓൾറെഡി, അതിൻ്റെ പ്രഷർ എത്രയാണ് P1 വിളിക്കാം. ഇനി 2 എന്നുള്ള സെക്ഷൻ നമ്മൾ കാണിച്ചില്ലേ ഈ ഫിഗറിൽ, 2 എന്നുള്ള സെക്ഷൻ, 1 എന്നുള്ള സെക്ഷൻ കാണിച്ചു, ഇനി 2 എന്നുള്ള സെക്ഷൻ. അപ്പോൾ 2 എന്നുള്ള സെക്ഷൻ കാണിക്കുന്ന മറ്റൊരു പോയിന്റ് ഈ ഒരു പോയിന്റ് ആയിരിക്കും 2. അപ്പോൾ 2 ഒരു പ്രഷർ ലൈൻ ഉണ്ട് P2. ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു പ്രഷർ ഉണ്ട്, നമ്മൾ ഇടയിൽ ഒരു പ്രഷർ കാണിച്ചില്ലേ, ഈ ഇടയിലത്തെ പ്രഷർ, ഇടയിലുള്ള പ്രഷർ. അപ്പോൾ ഇടയിലുള്ള പ്രഷർ, ഇവിടെ ഇടയിലൊരു പ്രഷർ ഉണ്ട്, അപ്പോൾ ആ പ്രഷർ, ഇവിടെ ഒരു പ്രഷർ, അതിനെ P എന്ന് വിളിക്കാം. ഇനി Pയുടെ തൊട്ടപ്പുറത്തായിട്ട് എന്തുണ്ട്, വേറൊരു പ്രഷർ ഉണ്ട്, എന്താണത് P+TP. അപ്പോൾ 1 നിന്ന് 2 വരുന്നത് എങ്ങനെയാണ് വരുന്നത്, സ്ട്രെയിറ്റ് ലൈനായിട്ടല്ലേ വരുന്നത്, ഇങ്ങനെ ഒരു എന്താണ് ഒരു കർവ് ഉണ്ട്, കർവ് ചെയ്തിട്ടാണ് വരുന്നത്. ആ കർവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കുറച്ച് പോയി കഴിയുമ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് വീണ്ടും കുറയാണ് ചെയ്യുക. പിന്നെ അപ്പോൾ ഈ എത്തുന്ന പോയിൻ്റാണ് എന്ത്, മാക്സിമം എൻട്രോപ്പി പോയിൻ്റ് അല്ലേ, ഇവിടെ മാക്സിമം എൻട്രോപ്പി എത്തണം, അതിൻ്റെ അപ്പുറം എൻട്രോപ്പി പിന്നെ എന്താണ്. അപ്പോൾ മാക് നമ്പർ, ഇത് ഈ കർവ് കാണിക്കുന്നത് എന്താണ്, ഈ കർവ് കാണിക്കുന്നത് മാക് നമ്പർ <1. ഇവിടെ മാക് നമ്പർ = 1 ആണ്, ഇവിടെ മാക് നമ്പർ = 1 ആണ്. അപ്പോൾ ഇവിടെ നിന്നും 2-ലെത്തി, നമ്മൾ P2 എന്നുള്ള പ്രഷറൊക്കെ പറഞ്ഞു, ഇവിടെ എത്തിയില്ലേ. ഇനി ഈ കാണുന്ന പോയിന്റ് നമ്മളിപ്പോൾ പറഞ്ഞത് അഡയബാറ്റിക്കായിട്ട് ഫാനോ പ്രോസസ്സ് വഴിയുള്ളതാണ് പറഞ്ഞത്. ഇനി ഇത് ഫാനോ പ്രോസസ് അല്ലാണ്ട് അഡയബാറ്റിക്കായിട്ട് വരികയാണെങ്കിൽ, അഡയബാറ്റിക്കായിട്ട് അല്ല ഐസെൻട്രോപ്പിക്കായിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക, ഈ പോയിന്റിലേക്കായിരിക്കും വരിക. അപ്പോൾ അവിടെയുള്ള പ്രഷർ എന്തായിരിക്കും, അവിടെയുള്ള പ്രഷർ ഉണ്ടല്ലോ, അവിടെയുള്ള പ്രഷർ ഈ വാല്യൂ, ഇവിടെ ഉള്ള പ്രഷർ നമ്മൾ ഇവിടെയുള്ള പ്രഷർ എന്താണ്, ഇവിടെയുള്ള പ്രഷർ എന്തായിരിക്കും, M=1 എന്ന് പറയുമ്പോൾ അതിനെ P* എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എന്തായിരിക്കും, ഇവിടെ ഐസെൻട്രോപ്പിക്കായിട്ട് വരികയാണെങ്കിൽ ഈ ലൈനെ വരും, നേരെ വെർട്ടിക്കൽ ലൈൻ വരും, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ലൈൻ ഇതല്ലേ, അപ്പോൾ ഉള്ള പ്രഷർ ഇതായിരിക്കും വരിക. നമ്മൾ ഈ പോയിന്റിനെ വിളിക്കുന്ന പേര് I എന്ന് വിളിക്കാം, ഐസെൻട്രോപ്പിക് പോയിന്റ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ I എന്ന് വിളിക്കും. ഓക്കെ. ഇനി ഈ പോയിന്റ് നമുക്ക് ഈ അടിയിലേക്ക് പോയിട്ടുള്ളൊരു പോയിന്റ്, ഇത് B. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് B വരെ കാണിക്കാം. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് ആണ് പ്രോസസ്സ് നടക്കുന്നത്, അതുപോലെ ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇവിടം വരെ പ്രോസസ്സ് നടക്കുള്ളൂ. ഇവിടെ എത്തി കഴിയുമ്പോൾ നിൽക്കും. അപ്പോൾ ഇത് ഇക്വലൻ്റ് ഐസെൻട്രോപിക് പ്രോസസ്സ്, ഇതാണ് ശരിക്കുള്ള ഫാനോ പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിൽ ഇത് ബ്ലൂ ലൈനിൽ ഫാനോ പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഫാനോ പ്രോസസ്സ് നമുക്ക് എഴുതാം. ഇത് ഇക്വലൻ്റ് ഐസെൻട്രോപിക് പ്രോസസ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവാം. അതിന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മാസ് ഫ്ലോ റേറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്.
ഇത് എം ഡോട്ട് ഈക്വൽ ടു റോ എ സി നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, എം ഡോട്ട് ബൈ എ ഈക്വൽ ടു എന്ത് വരും, റോ സി എന്ന് വരും. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആയ സ്ഥിതിക്ക് എം ഡോട്ട് ബൈ എ കോൺസ്റ്റൻ്റ് അല്ല, അപ്പോൾ റോ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ റോ സി നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, ജി. എം ഡോട്ട് എ ബൈ എനെ ജി എന്ന് വിളിക്കാം, അതായത് ജി ഈക്വൽ ടു എം ഡോട്ട് ബൈ എ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജി ഈക്വൽ ടു റോ സി നമുക്ക് വിളിക്കാം. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുക, അപ്പോൾ എൽ എൻ ലോഗ് ജി ഈക്വൽ ടു എൽ എൻ റോ പ്ലസ് എൽ എൻ സി എന്ന് കിട്ടും. രണ്ട് സൈഡും ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എൽ എൻ ജി എന്ന് പറഞ്ഞാൽ ജി ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ എൽ എൻ ജി എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, അപ്പം അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 0 വരും. ഇതിൻ്റെ എന്ത് വരും, ലോഗ് ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്കറിയാമല്ലോ ലോഗ് എക്സിൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1/x dx, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് അല്ല, ഡി ഓഫ് ലോഗ് എക്സ് 1/x dx, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു 1/x. അപ്പോൾ ഈ ഡി ബൈ എക്സ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഡി ഓഫ് എൽ എൻ എക്സ് ഈക്വൽ ടു 1/x dx എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, വെറുതെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണുള്ളൂ, ഡി ബൈ ഡി എക്സ് എന്ന് പറയണില്ലേ. അപ്പോൾ എന്ത് വരും, എൽ എൻ്റെ വരുമ്പോൾ 1/ρ ഡി റോ എന്ന് വരും. അതുപോലെ സീന് എന്ത് വരും, 1/c ഡി സി എന്ന് വരും. ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടിയില്ലേ. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഭംഗിയിൽ എഴുതുകയാണെങ്കിൽ ഡി റോ ബൈ റോ പ്ലസ് ഡി സി ബൈ സി എന്ന് എഴുതാം ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്നും ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനെ ഇപ്പുറത്തെ അടിക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ മൈനസ് ഡി സി ബൈ സി ഈക്വൽ ടു ഡി റോ ബൈ റോ, അല്ലെങ്കിൽ ഡി റോ ബൈ ഡി റോ ബൈ റോ ഈക്വൽ ടു എന്ത് വരും, മൈനസ് ഡി സി ബൈ സി എന്ന് വരും. ഇനി എന്ത് ചെയ്യാം, മുകളിലെ അടിയിലും ഒരു അല്ലെങ്കിൽ മുകളിലെ അടിയിലും ഇതല്ല, നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഈ ഡി ഓഫ് സി സ്ക്വയർ ചെയ്ത് എന്ത് വരും, 2c ഡി സി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ എന്ത് 2c സ്ക്വയറിന് ഡിവൈഡ് രണ്ട് സൈഡിലും. അപ്പോൾ എന്ത് വരും, ഡി സി സ്ക്വയർ ബൈ 2c സ്ക്വയർ ഈക്വൽ ടു 2c ഡി സി ബൈ 2c സ്ക്വയർ. അപ്പോൾ എന്ത് വരും, ഇത് വെട്ടിപ്പോയിട്ട് ഈ സിയും വെട്ടിപ്പോയിട്ട് ഡി സി ബൈ സി വരും. അപ്പോൾ ഇത് ഇവിടെ എന്ത് വരും, ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡി സി ബൈ സി. അപ്പോൾ ഡി സി ബൈ സിക്ക് പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഈ സംഭവം എഴുതാൻ പറ്റും. അപ്പോൾ മൈനസ് ഹാഫ് ഡി സി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇനി നമ്മളിതിൻ്റെ എന്താണ് അടുത്തതെന്ന് പറയുന്നത് ഡി റോ ബൈ റോ. അപ്പോൾ ഡി സി ബൈ സിക്ക് ഒരു ഫോർമാറ്റ് നമുക്ക് കിട്ടി, ഡി റോ ബൈ റോക്ക് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് കിട്ടിയില്ലേ. ഇനി ഡി റോ ബൈ റോനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇതാക്കാണ്, ഡി റോ ബൈ റോനെ കിട്ടാൻ വേണ്ടിയിട്ട് ഡി റോ ബൈ റോ അല്ല, നമ്മൾ ഡി പി ബൈ പിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പീനെ കിട്ടാൻ വേണ്ടിയിട്ട് പിയുടെ ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് പിയുടെ കിട്ടാൻ വേണ്ടിയിട്ട് പി ബൈ
പി ഈക്വൽ ടു റോ ആർ ടി നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡൂയിങ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാം ബോത്ത് സൈഡിൽ. അപ്പോൾ എന്ത് വരും, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ വേറെ ഒന്നല്ല, ടേക്ക് ലോഗ് ദെൻ ഡിഫറൻഷിയേറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് സൈഡായിരുന്നു എന്ത് ചെയ്യുക, ലോഗ് നാച്ചുറൽ ലോഗ് എടുത്താൽ മതി, ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ln p ഈക്വൽ ടു ln റോ ആർ ടി. ln റോ ആർ ടി എന്തൊരു ln റോ പ്ലസ് ln ആർ പ്ലസ് ln ടി. അപ്പോൾ ln p ഈക്വൽ ടു ഇനി എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ഇത് വരും 1/p dp ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരും കേട്ടോ. അപ്പോൾ ഇത് 0 ആണ്. ഇത് വരും dt. അപ്പോൾ dp/p ഉണ്ടല്ലോ. അപ്പോൾ dp/p ഈക്വൽ ടു d റോ ബൈ റോ പ്ലസ് dt/t. ഇത് നമുക്ക് ആവശ്യം വരും ഒട്ടിക്കിട്ട്. ഇനി നമ്മൾ m ഈക്വൽ ടു c/n എന്ന് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ ഈ എക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റൂട്ട് ഓഫ് ഗാമ ആർ ടി എന്ന് അറിയാമല്ലോ. എന്നിട്ട് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ അപ്പോൾ m² എന്ത് വരും, c² ഗാമ ആർ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ നമുക്ക് ചെയ്യാം. ഇതിനാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ഡൂയിങ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാം നമുക്ക്. എന്തിനാ ഈ പറഞ്ഞ ഈ സംഭവത്തിന്. അപ്പോൾ എന്ത് വരും, ഓഫ് നമ്മൾ എടുത്തറിയണേ, നമ്മൾ മുമ്പ് ഇതിൻ്റെ എഴുതേണ്ട കാര്യമില്ല, നമുക്ക് നിങ്ങൾക്ക് വേണ്ടി എടുത്തറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എഴുതണമെന്നുള്ളൂ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അത് തൊട്ട് മുമ്പ് ഉണ്ടാവുമല്ലോ മാറ്റി. ഇതിനുവേണ്ടി ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ചെയ്ത് എന്ത് വരും, m² ഡിഫറൻസിയേഷൻ എന്ത് വരും, ln എടുക്കണം. ln എടുത്തതിന് ശേഷമുള്ള കാര്യം പറയുന്നു. അപ്പോൾ വേണമെങ്കിൽ അറിയാൻ വേണ്ടി എഴുതാൻ വേണമെങ്കിൽ ln ഓഫ് m², അത് ln എടുക്കാം. ഇത് വരും ln c² മൈനസ് ln a/b എന്ന് പറയുമ്പോൾ ln മൈനസ് എടുക്കാമല്ലോ, മൈനസ് ln ഗാമ ആർ ഒരുമിച്ചിരുന്നോട്ടെ, നെഗറ്റീവ് അടിയിലായതുകൊണ്ട് വീണ്ടും മൈനസ് ln t. രണ്ടുതിനും ഡിഫറൻഷിയേഷൻ എടുക്കാം. ടേക്ക് ലോഗ് ഡിഫറൻസിയേഷൻ സ്ക്വയർ dm² രണ്ട് മൈനസ് dm² ഇതൊരു 1/c² dc² മൈനസ് ഇത് 0 ഇട്ട് വരും. ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് പ്ലസ് 0 മൈനസ് 1/d dt. ഇതെന്ത് വരും, dm²/m² ഈക്വൽ ടു dc²/c² മൈനസ് dt/t. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ നമുക്ക് കിട്ടി. ഇത് നമുക്ക് യൂസിന് വയ്ക്കാം, നമുക്ക് ആവശ്യം വരും, ഭാവിയിൽ ആവശ്യം വരും. ഇനി നമ്മൾ വേണ്ട വേറെ സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത പേജിൽ എഴുതാം. നമുക്ക് ഓൾറെഡി അറിയാം h+c²/2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ രണ്ട് സൈഡ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്ത് വരും, dh ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, dh പ്ലസ് രണ്ട് രീതിയിൽ ചെയ്യാം. c²/2നെ ഡെറിവേറ്റീവ് എടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, 2c dc എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ അതിന് പകരം വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. ഇതിലൂടെയും യൂസ്ഫുള്ളായിരിക്കും. വേറെ രീതിയിൽ എങ്ങനെ എഴുതാം, c²/2നെ 1/2 c² ഡെറിവേറ്റീവ് 1/2 പുറത്തേക്ക് എടുത്ത് c² ഡെറിവേറ്റീവ് d of c² ഇങ്ങനെ എഴുതിയാൽ മതി. കൊണ്ട് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതിൽ നിന്നും എന്ത് കിട്ടും, ഒരു കാര്യം കൊണ്ട് ചെയ്യാം നമുക്ക്, dh നമുക്ക് എന്ത് ചെയ്യാം, h = cpt എന്ന് ഓൾറെഡി അറിയാം, h = cpt. അപ്പോൾ dh എന്ത് വരും, cp dt വരും. പിന്നെ ഇവിടെ എന്ത് വരും, അത് അവിടെ തന്നെ കിടക്കട്ടെ, ½ dc² = 0.
ഈ സി പിന്നെ എന്ത് ചെയ്യാം, ഗാമ ആർ ബൈ ഗാമ മൈനസ് 1 എഴുതി കൂടെ. അപ്പം അങ്ങനെ എഴുതാം നമുക്ക്. ഇപ്പുറത്തുള്ളത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ ഗാമ ആർ ഒരു കാര്യം ചെയ്യാം, ഒരു ടി മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഗാമ ആർ ടി ബൈ ടി ഗാമ മൈനസ് 1 ഇൻറ്റു ടി ഡി ടി. ഇപ്പം മുകളിലൊരു ടി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഹാഫ് ഡി സി സ്ക്വയർ ഇക്വൽ ടു 0. അപ്പോൾ ഗാമ ആർ ടി ഓൾറെഡി ആയ സ്ക്വയർ നമുക്കറിയാം. പിന്നെ ഇവിടെ ഡി ടി ബൈ ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഡി ടി ബൈ ടി പ്ലസ് ഹാഫ് ഡി സ്ക്വയർ ഇക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണത് നമുക്ക് ഓൾറെഡി അറിയാം എം ഈക്വൽ ടു സി ബൈ എ എന്നറിയാം. അപ്പോൾ എ എന്ന് പറഞ്ഞാലോ ഇംപ്ലൈസ് എ ഈക്വൽ ടു ഇങ്ങോട്ട് വരും, സി ബൈ എം അല്ലേ. അപ്പോൾ ഇവിടെ എ സ്ക്വയർ കിടക്കുന്നില്ലേ. അപ്പോൾ ഈ എ സ്ക്വയറിന് പകരം എന്ത് ചെയ്യാം നമുക്ക്, സി സ്ക്വയർ ബൈ എം സ്ക്വയർ ഇൻറ്റു ഗാമ മൈനസ് 1 ഡി ടി ബൈ ടി പ്ലസ് ഹാഫ് ഡി സി സ്ക്വയർ ഈക്വൽ ടു 0. അങ്ങനെ ഇത് കുറേ ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ബേസിക്സ് കാര്യങ്ങൾ വെച്ച് ഡെറൈവ് ചെയ്യാം. അങ്ങനെ നമുക്ക് അവസാനം എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ റിലേഷൻസ് കിട്ടും ഇൻ ടേംസ് ഓഫ് അപ്പുറത്തെ സൈഡിൽ. അതിന് മാക് നമ്പറിലേക്ക് ആക്കണം അവസാനം. അങ്ങനെ നമുക്ക് കിട്ടുക ഡി എഫ് ബൈ എഫ് കിട്ടും, ഡി എം ബൈ എം കിട്ടും. അങ്ങനെ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ അവസാനം കിട്ടേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് പൊതുവെ എക്സാമിന് ചോദിക്കാറില്ല, ഇതിൻ്റെ ഡെറിവേഷൻസ് ഡെറൈവ് ചെയ്യാൻ പറയാറില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡി സി ബൈ സി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഡി സി ബൈ സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഹാഫ് ഡി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വേണ്ടത് ഗാമ എം സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ 4f ഡി എക്സ് ബൈ ഡി. ഇത് ഡയമീറ്റർ, ഇത് ഫ്രിക്ഷൻ ഫാക്ടർ. ഇനി ഡി റോ ബൈ റോ ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് ഗാമ എം സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ 4f ഡി എക്സ് ബൈ ഡി. ഇനി ഡി ടി ബൈ ടി അത് ഡെറിവേഷന് വേണ്ടി വീണ്ടും ഫർദർ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇൻ ടേംസ് ഓഫ് മാക് നമ്പറിൽ എത്തിച്ചാണ് ബൈ 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ ഇൻറ്റു എന്തുണ്ട്, ഇതിലെല്ലാത്തിലും എന്തുണ്ട്, ഒരു ഫ്രിക്ഷൻ ഫാക്ടർ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഡി പി ബൈ പി ഇൻ ടേംസ് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു എന്തൊരു ഗാമ എം സ്ക്വയർ 1 പ്ലസ് ഗാമ മൈനസ് 1 എം സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 മൈനസ് എം സ്ക്വയർ 4f ഡി എക്സ് ബൈ ഡി. ഇനി ഡി പി സീറോ ബൈ പി സീറോ, അതായത് സ്റ്റാഗ്നേഷൻ പ്രഷർ ഗാമ എം സ്ക്വയർ ബൈ 2 4f ഡി എക്സ് ബൈ ഡി. അതുപോലെ ഡി എഫ് ഇമ്പൾസ് ഫംഗ്ഷൻ ഡി എഫ് ബൈ എഫ് ഈക്വൽ ടു മൈനസ് ഗാമ എം സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 പ്ലസ് ഗാമ എം സ്ക്വയർ. ഇവിടെ എന്തുണ്ട്, 4f ഡി എക്സ് ബൈ ഡി ഉണ്ട്. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഫർദർ റിലേഷൻസ് ഡിറൈവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്, ഡിറൈവ് C2 ബൈ C1 ഈക്വൽ ടു എന്താ വരിക വെച്ചാൽ ഇത് വരിക ഇങ്ങനെയുള്ള റിലേഷൻ. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ബെസ്റ്റ് പറഞ്ഞുതരാം. പൊതുവെ ചോദിക്കാറില്ല. 1 പ്ലസ് ഗാമ മൈനസ് 1. ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുക. പിന്നെ 2 സ്ഥിരം ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. റൈസ് ടു 1/2. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, വി നോ ഡി സി ബൈ സി ഈക്വൽ ടു ഓൾറെഡി നമുക്കറിയാം 2m സ്ക്വയർ 1 പ്ലസ് ഗാമ മൈനസ് 1/2 ഇത് ഇൻറ്റു എം സ്ക്വയർ ഡി എം സ്ക്വയർ. ഇനി ഇതിൽ നിന്നും ബാക്കി എന്താണ്, ഇൻ്റഗ്രേറ്റിംഗ് ബിറ്റ്വീൻ എം ഈക്വൽ ടു 1 ആൻഡ് എം ഈക്വൽ ടു എം. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അങ്ങനെ ഫർദറായിട്ട് പോവുക. അവസാനം നമുക്ക് ആൻസറിലേക്ക് കിട്ടും. ഓക്കെ.